ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിന്നൊരു നാടൻ ചക്കയെരിശ്ശേരിയും മത്തിക്കറിയും വെച്ചാലോ. നമ്മളൊരു കുട്ടി ചക്ക പറിച്ചെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ചുളയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ അരക്ക് കളയുന്നതാണ്. നിങ്ങളുടെ അവിടെ അരക്കിന് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഈ ചക്ക ഇങ്ങനെ ഓരോന്നായിട്ട് അടർത്തിയെടുക്കുവാണേ. പിന്നെ ഇതിന് നമുക്ക് ചക്കയെരിശ്ശേരി വെക്കാനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ചക്കയ്ക്കകത്ത് നമ്മൾ ആദ്യം പച്ചമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി നമ്മൾ ആദ്യം അരച്ച് ചേർത്ത് നമ്മൾ ആദ്യം അത് വേവിക്കാനായിട്ട് വെക്കും. പിന്നെ തേങ്ങയും ഒരു 2-3 കഷ്ണം വെളുത്തുള്ളിയും ജീരകവും ഒരു 2 ചുള ചുവന്നുള്ളിയും കൂടെ നമ്മൾ മിക്സഡ് ജാറിലിട്ട് അരച്ച് ഒഴിച്ച് ചേർത്ത് നന്നായിട്ട് ഉടച്ച് നമ്മൾ ചേർക്കും. നമ്മുടെ മീൻ വെട്ടുന്ന നോക്കി നമ്മുടെ പൂച്ചക്കുട്ടന്മാരവിടെ ഇരിക്കുകയാണ്. ഇവിടെ കുറേ പേരുണ്ട്. എല്ലാവർക്കും ഞാൻ പേര് വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെ പൂച്ചക്കുട്ടന്മാർ? പിന്നെ നമ്മളത് അടുപ്പിൽ വെച്ച് വെന്തതിന് ശേഷം ഈ അരപ്പും കൂടെ ചേർത്തിളക്കി കടുകെല്ലാം താളിച്ച് ചേർക്കുമ്പോൾ ചക്കയെരിശ്ശേരി റെഡിയാണേ. പിന്നെ മീൻകറിയുടെ റെസിപ്പി ഞാനിന്നിതിൽ കാണിക്കുന്നില്ല. വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കതോടെ ആഡ് ചെയ്യാവേ അടുത്ത വീഡിയോയിൽ. നമ്മൾ അരകല്ലിലാണ് ഇതൊക്കെ അരച്ചെടുക്കുന്നത്. നിങ്ങളൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ടോ അരകല്ല്? അരകല്ലൊക്കെ അരച്ചുണ്ടാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് എരിശ്ശേരിക്ക്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എരിശ്ശേരി. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ തേങ്ങ തിന്നാൻ വേണ്ടി ഇരിക്കുന്ന കണ്ടോ, നമ്മുടെ തമ്പുരുക്കുട്ടൻ. അവനെപ്പോൾ തേങ്ങ ചിരണ്ടിയാലും അപ്പോൾ ഓടി വന്ന് കാലിൻ്റെ ചോട്ടിയിരിക്കും. എന്നിട്ടിങ്ങനെ ഒരു കൈ വെച്ചിങ്ങനെ തോണ്ടും. ഞാനിവിടെ ഇരിപ്പുണ്ടേ എന്ന് പറയും തേങ്ങ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവന് നമ്മൾ തേങ്ങ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊരു ശീലമായി. തേങ്ങ ഉടയ്ക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ അവൻ ഓടി വരും തേങ്ങ തിന്നാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ ഉടയ്ക്കുവാണേ. നല്ലപോലെ എരിശ്ശേരി ഉടച്ച് അരപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇരുന്ന് കഴിയുമ്പോൾ ഇത് കുറുകിപ്പോവും. രാവിലെ വെച്ചിട്ട് വൈകിട്ടൊക്കെ എടുക്കുമ്പോഴത്തേന് ഇത് ഭയങ്കര കുറുകി ഒരു പുഴുക്ക് വരുവായിപ്പോവും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കണം. പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് നമ്മൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കടുകും കൂടെ പൊട്ടിച്ചൊഴിച്ച് നമ്മുടെ എരിശ്ശേരി റെഡിയാണേ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ്. അത് നമ്മൾ മീൻ കറിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട് അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചാണ്. അപ്പം ഇതിൻ്റെ മീൻകറിയുടെ വീഡിയോ ഞാനങ്ങനെ ഇടുന്നില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാം റെഡിയാണേ.